എല്ലാ ദിവസവും 4 ദിവസമായിട്ട് 100 പേർക്ക് അറേഞ്ച് ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് ട്രാക്കിൻ്റെ ഓഫീസിൽ വെച്ച് നടത്തുന്നു. നമസ്കാരം. കൊല്ലം ആശ്രാമ മൈതാനത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ജോയിന്റ് RTOയുടെയും MVDയുടെ നേതൃത്വത്തിൽ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പ് നൽകി സ്റ്റിക്കർ പതിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കാൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സ്കൂൾ ബസ് ഉടമകളും അതോടൊപ്പം തന്നെ ബസ് ഡ്രൈവർമാരുടെയും അടക്കം ബസ്സുകളുടെ ഫിറ്റ്നസ്, അതായത് ലൈസൻസ്, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ആശ്രാമ മൈതാനത്ത് പുരോഗമിക്കുന്നത്. 2026-27 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ബസ് സുരക്ഷാ പരിശോധനയാണ് കൊല്ലം ആശ്രാമ മൈതാനത്ത് നടന്നത്. ഇന്ന് 242 ബസ്സുകൾക്ക് മാത്രമാണ് സ്റ്റിക്കർ പതിപ്പിച്ച് നൽകിയത്. ഈ പരിശോധനയ്ക്ക് വിധേയമായ 274 ബസ്സുകളിൽ 246 എണ്ണം പാസ്സാവുകയും ബാക്കി വാഹനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഹരിച്ച് അടുത്ത ദിവസങ്ങളിലേക്ക് പരിശോധനയ്ക്ക് ഹാജരാക്കുവാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും വാഹനത്തിന്റെ മെക്കാനിക്കൽ കണ്ടീഷൻ, വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം, സുരക്ഷാ മിത്ര എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാസ്സായ എല്ലാ ബസ്സുകൾക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകി. ഇതോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് 20, 23, 27 തീയതികളിൽ കൊല്ലം ചിന്നക്കടയിലെ ട്രാക്കിന്റെ ഓഫീസിൽ 2 മണിക്ക് ശേഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിബു സാറാണ് കൂടെയുള്ളത്. സാർ, എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? നമ്മൾ അതിരാവിലെ തന്നെ തുടങ്ങിയത് 7 മണിക്ക് തന്നെ നമ്മൾ ഈ 2026 അധ്യയന വർഷത്തിൻ്റെ സ്കൂൾ ബസ്സുകൾ പരിശോധന ആരംഭിച്ചിരുന്നു. അപ്പോൾ വന്ന ബസ്സുകളെല്ലാം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ മെക്കാനിക്കൽ പരിശോധനയും ബാക്കി അതിൻ്റെ പെറിഫറലായിട്ടുള്ള പരിശോധനകളാണ് വിധേയമാക്കിയത്. കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് കൂടുതലായിട്ട് കാണാൻ കഴിയാത്തതുണ്ടായിരുന്നത്. ഡ്രൈവർമാർക്ക് അതിനുള്ള അവബോധം കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ വണ്ടികളും ഏകദേശം ഒരു 70% നല്ല രീതിയിലാണ് മെക്കാനിക്കൽ കണ്ടീഷനിലാണ് വന്നത്. ഇല്ലാത്ത വാഹനങ്ങളിലെ അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് അടുത്ത ദിവസം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ബോധവൽക്കരണ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും 4 ദിവസമായിട്ട് 100 പേർക്ക് അറേഞ്ച് ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് ട്രാക്കിൻ്റെ ഓഫീസിൽ വെച്ച് നടത്തുന്നുണ്ട്. അത് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുവഴി 100 പേര് വെച്ച് രജിസ്റ്റർ ചെയ്ത് ക്ലാസ് നടത്താൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 ദിവസത്തേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പരിശോധന കൊല്ലം RTO അജിത് കുമാർ കെയുടെ നേതൃത്വത്തിലായിരുന്നു. ജോയിന്റ് RTO ശ്രീ ശരത്ചന്ദ്രൻ, MVIമാരായ സൂരജ്, ബിനു കുഞ്ഞുമോൻ, വിനോദ്, MVIമാരായ ഷബീർ, അലി, ഷിബു, ഓഫീസ് സ്റ്റാഫായ അഭിലാഷ്, ശ്രീ ആദർശ് എന്നിവർ പങ്കെടുത്തു.